ഹലോ, വെൽക്കം ബാക്ക് ടു അഞ്ജലിസ് കറിവേൾ. ഇനി നമ്മൾ വന്നിട്ടുണ്ട് ലെമൺ അച്ചാറായിട്ട് മറ്റേ മഞ്ഞ നിറത്തിലുണ്ടാവില്ലേ ലെമൺ അച്ചാർ, അതാണ് കേട്ടോ. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം നമുക്ക് ലെമണൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് തുടച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ആ വെള്ളമൊന്നുമില്ല, കത്തിലൊന്നും വെള്ളമില്ല, കട്ടിങ് പ്ലേറ്റിലൊന്നും വെള്ളമില്ല കേട്ടോ. എല്ലാം തുടച്ചിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു ലെമൺ വെച്ചിട്ട് ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഈ രണ്ട് സൈഡ് ടോപ്പ് ഭാഗം നമുക്ക് കട്ട് ചെയ്യാം. അതിനുശേഷം നമുക്കിങ്ങനെ നടുവിലേക്ക് കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഇനി നമുക്ക് എത്ര വലിയ പീസ് വേണോ അതിനനുസരിച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് എടുത്താൽ മതി. ഞാൻ നീളത്തിൽ നല്ല നൈസായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കണമെന്നുണ്ടേ. ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നമുക്കതിനുള്ളിൽ കുരുവൊക്കെ പെട്ടെന്ന് റിമൂവ് ചെയ്യാൻ പറ്റും കേട്ടോ. കണ്ട ഈ പോർഷൻ ഉണ്ടാവില്ലേ, ഇത് മാറ്റാട്ടെ നമുക്ക്. അപ്പോൾ ഇതിനുള്ളിൽ കുരു പാടില്ല കേട്ടോ. കുരു നമുക്കെടുക്കാം. വലിയ പീസ് ഉണ്ടെങ്കിൽ ഇതിൽ 2 പീസായിട്ട് എടുക്കാം കേട്ടോ. എന്നെ മൊത്തത്തിൽ കട്ട് ചെയ്തിട്ട് എടുക്കട്ടെ. കണ്ട നമ്മൾ കുരും മറ്റേ ഒരു വെള്ള കളറുള്ള നാര് പോലത്തെ ഉണ്ടാവില്ലേ, അത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു ബൗളെടുക്കുക, ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക. കുറച്ച് ശബ്ദത്തിന് വ്യത്യാസമുണ്ട് കേട്ടോ, ജലദോഷമായിട്ടുണ്ട്. ഇതെല്ലാം ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത ശേഷം ഇതൊരു സമയം ഉണ്ടെങ്കിൽ 1 മണിക്കൂറോ 2 മണിക്കൂറിനോ മാറ്റി വെച്ചാൽ നന്നായിട്ടുണ്ടാവും കേട്ടോ. ഞാൻ സൈഡിൽ വെക്കണേ. ഞാൻ രാവിലെയാണ് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നിട്ട്, പിന്നെ ഞാൻ ഉണ്ടാക്കിയത് വൈകുന്നേരമാണ്. ഇനി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഒരു 10-15 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. വലിയ കഷ്ണങ്ങളാണ്, വലിയ വെളുത്തുള്ളി ഉണ്ടാവില്ല, അതാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നടുവിലേക്ക് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ചെറിയൊരു പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ കാന്താരി മുളകാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇത് ഞങ്ങൾക്ക് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, ഓരോ ഫ്രണ്ട് തന്നിട്ടുണ്ടായിരുന്നേ. പിന്നെ കുറച്ച് കറിവേപ്പില കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ കുറച്ച് ഉലുവ വേണം, കടുക് വേണം. പിന്നെ ഇതിലേക്ക് നമ്മൾ നല്ലെണ്ണയാണ് യൂസ് ആക്കുന്നുണ്ട് കേട്ടോ. ഒരു 4 ടേബിൾ സ്പൂൺ മതിയാവും. ഒരു പാൻ അടുപ്പത്ത് വയ്ക്കുക. അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം കടുകും ഉലുവയും ഇട്ട് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ നാരങ്ങ നമ്മൾ ബോയിൽ ചെയ്യില്ലേ, അങ്ങനെ ചെയ്തിട്ടായാലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. സിമ്പിളില്ല മെത്തഡ് കേട്ടോ. നമ്മൾ വേവിച്ചിട്ട് പിന്നെ കട്ട് ചെയ്തിട്ട് പിന്നെ ചേർത്ത് കൊടുക്കണമെങ്കിൽ കുറച്ചൊക്കെ സമയം എടുക്കില്ല. ഇതാകുമ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ആ നാരങ്ങയുടെ നീര് പോവാതെ കിട്ടും കേട്ടോ. ചുവന്ന മുളക് കുറച്ച് ഇട്ടിട്ട് 2 എടുത്തിട്ടുണ്ടായിരുന്നേ. ഇനി നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില മൊത്തത്തിൽ ചേർത്ത് എടുത്തിട്ടുണ്ട്, കട്ട് ചെയ്തിട്ടില്ല കേട്ടോ. പിന്നെ ഇതിലേക്ക് വെളുത്തുള്ളിയാണ് ആദ്യം ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ. വെളുത്തുള്ളി ചെറുതായിട്ട് വാടി വരുമ്പോൾ നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കുക. വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ സമയത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ നാരങ്ങ നമുക്ക് ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം കേട്ടോ.
നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഉപ്പിട്ട് കൊടുക്കുക. കുറച്ച് കുറവുണ്ട് കേട്ടോ. നമ്മൾ പൊടികളായിട്ട് ചേർത്ത് കൊടുത്തത് ഒന്നുമില്ല കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് മാത്രമല്ല ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ. ഇതേപോലത്തെ ഡേറ്റ്സ് പിക്കിൾ ഉണ്ടാക്കാം കേട്ടോ. ഡേറ്റ്സ് നാരങ്ങ കൂടിയിട്ട് ചേർത്തിട്ട് നമുക്കിതിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. തിളപ്പിച്ചാൽ വെള്ളം ഉണ്ടാവില്ലേ, അത് നമുക്ക് ഒരു 1/4 ഗ്ലാസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ വിനീഗർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നീര് ഒഴിച്ച് കൊടുത്ത ശേഷം ഒരു 2-3 മിനിറ്റ് ഒന്ന് കുക്കായിട്ട് കിട്ടണം കേട്ടോ. ആ ഒരു സ്മെല്ലുണ്ടാവില്ലേ, അത് പോയി കിട്ടും കേട്ടോ. നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ബിരിയാണിക്ക് സൂപ്പർ ഉണ്ടാവേ. ബിരിയാണി നെയ്ച്ചോറിൻ്റെ കൂടെ കഴിക്കാൻ വലിയ ടേസ്റ്റ് കേട്ടോ. ഇനി ഉപ്പ് നോക്കുക. ഉപ്പ് കുറവുണ്ടെങ്കിൽ ചേർത്ത് എടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു നുള്ളു പഞ്ചസാര ചേർത്ത് എടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടാവേ. പിന്നെ കുറച്ച് കായപ്പൊടിയും കുറച്ച് ഉലുവപ്പൊടിയും ചേർത്ത് എടുത്തിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത ശേഷം ഫ്ലെയിം ഓഫ് ആക്കാം കേട്ടോ. ഫ്ലെയിം ഓഫ് ആക്കിയ ശേഷം തണുപ്പായ ശേഷം നമുക്ക് ഒരു ഗ്ലാസിൻ്റെ ബോട്ടിലേക്ക് ഇട്ട് കൊടുക്കുക. അങ്ങനെ നമ്മൾ നാരങ്ങാച്ചാറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് തന്നെ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.